നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തോട്ടുപാല നിർമ്മാണം പൂർത്തിയായില്ല. ഇരുചക്ര വാഹനയാത്രക്കാർക്കും വലിയ വാഹനയാത്രക്കാർക്കും ദുരിതമായി. ചെത്തലൂർ അത്തിപ്പറ്റ റോഡിലാണ് തോട്ടുപാല നിർമ്മാണം പൂർത്തിയാവാത്തത്. വാർത്ത വിശദമായി. ചെത്തല്ലൂർ അത്തിപ്പറ്റ റോഡിൽ കൂറ്റമ്പാറ പാടശേഖരത്തിൻ്റെ തോടിന് കുറുകെ നിർമ്മിക്കുന്ന തോട്ടുപാലത്തിൻ്റെ പണികൾ പൂർണ്ണമാകാത്തത് നാട്ടുകാർക്ക് ദുരിതമാകുന്നു. തോട്ടിൽ നിന്നും 2 മീറ്റർ ഉയരത്തിലും 3 മീറ്റർ വീതിയിലുമാണ് 2024-25 വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി 13 ലക്ഷം രൂപ ചെലവിൽ തച്ചനാട്ടുകര പഞ്ചായത്ത് തോട്ടുപാലം പണി നടത്തിയത്. കലുങ്ക് നിർമ്മാണത്തിൻ്റെ പണി പൂർത്തിയാകാൻ 3 മാസത്തോളം എടുത്തിട്ടുണ്ട്. തുടർന്നുണ്ടായ മഴയിൽ തോട്ടുപാലത്തിൻ്റെ സൈഡ് തകരുകയും ചെയ്തിരുന്നു. മഴ കൂടുതൽ ശക്തിയായതോടെ പാലത്തിൻ്റെ മധ്യഭാഗത്ത് വന്ന കുഴികൾ വാഹനയാത്രയ്ക്ക് പറ്റാത്ത സാഹചര്യമായിട്ട് മാസങ്ങളായി. സ്കൂൾ ബസ്സുകളും മറ്റു ഇരുചക്ര വാഹനക്കാരും ധാരാളം ഇതുവഴി കടന്നു പോകുന്നുണ്ട്. പ്രദേശത്ത് തെരുവിളക്കില്ലാത്തത് രാത്രിയിൽ അറിയാതെ വരുന്ന വാഹനങ്ങൾ കുഴിയിൽ ചാടി അപകടമുണ്ടാകുന്നുണ്ട്. ഓട്ടോറിക്ഷക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരുമാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ ദൃശ്യമാധ്യമ പ്രവർത്തകൻ്റെ വാഹനവും കുഴിയിൽ വീണ് മുൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചു. താഴ്ന്ന ഭാഗത്ത് ക്വാറി വേസ്റ്റിട്ട് അപകടം കുറയ്ക്കാനുള്ള നടപടി പഞ്ചായത്ത് എടുക്കണമെന്ന് ചെത്തലൂർ തെക്കുമുറിയിലെ സ്ഥിരം ഓട്ടോറിക്ഷ ഡ്രൈവറായ യു ബാലൻ ആവശ്യപ്പെട്ടു. പിന്നെ റോഡ് പണിയെടുത്തിട്ട് ഇപ്പോൾ 2 മാസത്തോളമായി. ഇപ്പോൾ ഇതിൽ ഓട്ടോറിക്ഷയും ചെറിയ വണ്ടികളൊക്കെ ഇറങ്ങുമ്പോൾ അടി വെട്ടുകയാണ്. ഇങ്ങനെ ഒരു ക്വാറി വേസ്റ്റ് എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് ക്ലിയറാക്കി തന്നാൽ വളരെ നന്നായിരുന്നു. കാറിൻ്റെ ചെറിയ കാറുകളുടെയൊക്കെ അടിവശം തട്ടിയിട്ട് ആകെ പ്രശ്നങ്ങളായിട്ട് ഇപ്പം നാളെ ഒരു കാറിൻ്റെ സൈഡൊക്കെ വളർന്നു. അതേസമയം റോഡിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ച് വാർഡ് മെമ്പറെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും പ്രദേശവാസിയായ രാജീവ് പറഞ്ഞു. 1.5 മാസത്തിന്റെ മുകളിലായിട്ട് നമുക്കിപ്പോൾ ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. കാരണം കാറാണെങ്കിലും ഓട്ടോറിക്ഷ ആണെങ്കിലും അടിയിൽ വണ്ടി അടിയാട്ടുന്ന എല്ലാ വാഹനങ്ങളുടെയും പൊതുവായിട്ടുള്ളൊരു പ്രശ്നമാണ്. പഞ്ചായത്തിന്റെ വാർഡിന്റെ മെമ്പർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധയിൽ നമ്മളിപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്ത് നല്ലൊരു പ്രതികരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.